നിപ ബാധിച്ചു മരിച്ച മലപ്പുറം പാണ്ടിക്കാട് ഓടാമ്പറ്റയിലെ 14-കാരന്റെ മൃതദേഹം ഖബറടക്കി. മികച്ച ഫുട്ബോൾ താരം കൂടിയായിരുന്ന അഷ്മിൽ ഡാനിഷാണ് നിപ കാരണം മരണത്തിന് കീഴടങ്ങിയത്. ഖബറടക്കം ഓടാമ്പറ്റ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിൽ നിപ പ്രോട്ടോകോൾ പാലിച്ച് നടന്നു. കുട്ടിയുടെ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു. ഇന്നലെ വൈകിട്ട് നിപ സ്ഥിരീകരിച്ച പാണ്ടിക്കാട് ഓടാമ്പറ്റയിലെ 14-കാരന് ഇന്ന് രാവിലെ 10:50 ഹൃദയസ്തംഭനമുണ്ടാവുകയായിരുന്നു. 11:30 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എത്തിച്ച മോണോക്ലോണൽ ആന്റിബോഡി കുട്ടിക്ക് നൽകാനിരിക്കെയായിരുന്നു മരണം. ഫുട്ബോൾ താരം കൂടിയായ 14-കാരന് ഈ മാസം 10-നാണ് പനി ബാധിച്ചത്. പിന്നീട് മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും രോഗം മൂർച്ഛിച്ചതിനാൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്ന് ശേഖരിച്ച സ്രവ സാമ്പിൾ പൂനെയിലെ വൈറോളജി ലാബിൽ പരിശോധിച്ചപ്പോഴാണ് നിപ സ്ഥിരീകരിച്ചത്. ചെള്ളുപനിയും കുട്ടിക്ക് സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിപ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ഇന്ന് രാവിലെ വരെ കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. മൃതദേഹം നിപ പരിചരണ കേന്ദ്രത്തിൽ നിന്നും ഉച്ചകഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ ബന്ധുക്കളുമായി ചർച്ച നടത്തി ഖബറടക്കം സംബന്ധിച്ച് തീരുമാനമായതിനു ശേഷമാണ് വൈകുന്നേരം മൃതദേഹം ആംബുലൻസിൽ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയത്. മറ്റൊരു ആംബുലൻസിൽ കുട്ടിയുടെ രക്ഷിതാക്കളും മൃതദേഹത്തെ അനുഗമിച്ചു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.